നിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ ദൈവദാസീദാസന്മാർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ അടുക്കൽ വരാൻ ദൈവം നൽകിയ നല്ല അവസരം, ഇതൊരു ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഷയം, ആത്മീയവും രാഷ്ട്രീയവും ഒന്നിച്ച് ഒരു വിശുദ്ധന് കൊണ്ടുപോകുവാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കാത്ത ഒരു വിഷയമാണ് ആത്മീയവും രാഷ്ട്രീയവും ആർക്കും ഒരിക്കലും ഒരു വിശുദ്ധന് കൊണ്ടുപോകാൻ കഴിയുകയില്ല. കാരണം വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ചില വാക്കുകൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവൻ. ഒരിക്കൽ കൂടി, ഈ ലോകത്തിന് അനുരൂപപ്പെടാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു വിശുദ്ധനായി കർത്താവിൻ്റെ 2ാമത്തെ മടങ്ങി വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു ഭക്തന് ഒരിക്കലും ഈ ലോകത്തോട് അനുരൂപപ്പെടാൻ പറ്റുകയില്ല. സ്തോത്രം. അങ്ങനെ ഈ ലോകത്തോട് ഒരു മനുഷ്യൻ അനുരൂപപ്പെടുന്നു എങ്കിൽ അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ അവനൊരു വിശുദ്ധനല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി 2ാമത്തെ കാര്യം, 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്നും നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. ഈ 2 വചനം ചേർത്ത് ഒന്ന് ചിന്തിച്ചോണം. അപ്പോൾ നമ്മൾ വസിക്കുന്ന സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ഇതിൻ്റെ നടുവിലാണ് ദൈവം ഒരു പ്രകാശമാക്കി ദൈവം നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ അന്ധകാരം ഭൂമിയെയും കൂരിരുൾ ജാതിയെ മൂടിയിരിക്കുമ്പോഴാണ് ദൈവം എന്നെ ഒരു വെളിച്ചമായി വിളിച്ച് ഈ കൂരിരുട്ടിന്റെ നടുവിൽ ദൈവം നിർത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ റോമർക്കെഴുതിയ ലേഖനം 12:2 പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യരുത്, ലോകത്തോട് അനുരൂപപ്പെടരുത്. എന്ന് വെച്ചാൽ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ലോകത്തോട് നിങ്ങൾ ചേർന്ന് പോകരുത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ലോകത്തിൽ കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത്, പക്ഷെ നമ്മൾ ലോകക്കാരല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ പ്രാപിച്ച് കൂട്ടായ്മ ആചരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, എന്ന് വെച്ചാൽ ഒരു വിശുദ്ധനായ ഒരു മകൻ, അവൻ എന്തല്ല, ഈ ലോകക്കാരല്ല, ലോകത്തോട് അനുരൂപപ്പെടാൻ പറ്റുകയില്ല. കാരണം നമ്മൾ 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കും. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നതാണ്. ഈ ലോകത്തിന്റെ സകല സിസ്റ്റങ്ങളും അവന്റെ അധീനതയിൽ കിടക്കുകയാണ്, അവന്റെ അണ്ടറിൽ കിടക്കുകയാണ്. ഞാൻ അതിലേക്ക് പോകുമ്പോൾ അവന്റെ അധീനതയിലേക്ക് ഞാൻ വരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ സഭകൾ പിശാച് ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ ലോകത്തിന്റെ സിസ്റ്റങ്ങൾ ആത്മീയരെയും വിശുദ്ധന്മാരെയും ദൈവസഭകളെയും അവനിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ആകർഷിക്കുന്നതിൽ പലരും വീണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ
ഈ തിരുവചന സന്ദേശം കേൾക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോട് പറയുന്നു, നിങ്ങൾ ശത്രുവിന്റെ അധീനരല്ല, പരിശുദ്ധാത്മാവിന്റെ അധീനരായി നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ റോമാസഭയോട് പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ? രക്ഷിക്കപ്പെട്ടപ്പോൾ രൂപാന്തരപ്പെടുകയല്ല, അനുദിനം രൂപാന്തരപ്പെടണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ ലോകത്തോട് അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദുഷ്ടനോട് നമ്മൾ അധീനപ്പെടും, അല്ലെങ്കിൽ ഈ സർവ്വലോക ദുഷ്ടന്റെ അധീനയിൽ കിടക്കുന്നത് കൊണ്ട് ലോകത്തോട് അനുരൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോള് വ്യക്തമാക്കി പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. നിങ്ങൾ ഈ ഇന്നത്തെ സിസ്റ്റം മൊത്തം നോക്കണം, ശാസ്ത്രം നോക്കണം, സാങ്കേതിക വിദ്യകൾ നോക്കണം, സാഹിത്യങ്ങൾ നോക്കണം, കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. ഏത് കാര്യം എടുത്താലും സാധാന്യമായ ഒരു സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനുരൂപപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അനുരൂപപ്പെട്ടു കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്നും നിങ്ങളെ പിശാചിലേക്ക് അവൻ വലിക്കുവാനിടയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ പിശാച് അവന്റെ തന്ത്രങ്ങളുമായി വിശുദ്ധന്മാരെ ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ നമ്മൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അപ്പോൾ റോമർക്കെഴുതിലെ എടുത്ത് എന്താ പറയുക? നമ്മൾ ഈ ലോകത്തോട് അനുരൂപപ്പെടരുത്. ഇവിടെ ജോൺ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യരുത്? ലോകത്തെ സ്നേഹിക്കരുത്. ഈ അനുരൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ലോകത്തെ സ്നേഹിക്കും. കാരണം ഈ ലോകം എന്ന് പറയുന്നത് ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ലോകത്തെ സ്നേഹിക്കുമ്പോൾ ഞാൻ പിശാചിനെ സ്നേഹിക്കാൻ തുടങ്ങിയാണ്. ലോകത്തിന്റെ സിസ്റ്റത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ പിശാചിനെ സ്നേഹിക്കാൻ തുടങ്ങിയാണ്. ആമേൻ. അതുകൊണ്ടാണ് ജോൺ പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആ വാക്ക് ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. അടുത്ത വാക്യം, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇന്ന് നമ്മുടെ ആത്മീയ ലോകം മുഴുവനും ലോകത്തെ സ്നേഹിക്കുക. ഞങ്ങൾക്കൊരു MP വേണം, ഞങ്ങൾക്കൊരു MLA വേണം. ഇത് ലോകമയത്വമല്ല. ഇനി വേറൊരാൾ പറഞ്ഞ വാക്ക്, അതിനേക്കാൾ നമുക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു എങ്കിൽ നമുക്കവരിൽ ആശ്രയിക്കാമായിരുന്നു. എന്തോ ഒരു ആത്മഭാരം അല്ലേ? നമ്മുടെ പിതാക്കന്മാർക്ക് പോലും ഇങ്ങനൊരു ആത്മഭാരം ഉണ്ടായില്ല. കാരണം എന്താണെന്നറിയണ്ടേ? ഇവരൊക്കെ ലോകത്തിന്റെ സിസ്റ്റത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ പിതാവിന്റെ സ്നേഹം ഇവര് നകരാൻ തുടങ്ങി. ആമേൻ. ഇനി അടുത്ത് ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഇനി എത്ര വമ്പന്മാർ പ്രസംഗിച്ചാലും, എത്ര കൊമ്പന്മാർ പറഞ്ഞാലും, എത്ര ഉന്നത ശ്രേഷ്ഠ ദൈവവചന പാണ്ഡിത്യമുള്ളവൻ പറഞ്ഞാലും, ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം കേറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ലോകത്തുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. അടുത്ത, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവർ വിശുദ്ധിയോടെ ജീവിച്ചിരുന്നു.
പക്ഷേ ലോകത്തിന്റെ സിസ്റ്റത്തെ വേണ്ടെന്ന് വെച്ചവർ ഇന്നുമുണ്ട്. ലോകത്തിന്റെ സിസ്റ്റത്തെ വേണ്ടെന്ന് പറഞ്ഞ പലരെയും കൊന്നുകളഞ്ഞിട്ടുണ്ട്. അവരുടെ മക്കളെ പീഡിപ്പിച്ച് നശിപ്പിച്ചവരുണ്ട്. വീടുകൾ കത്തിച്ചിട്ടുണ്ട്. ദേശത്തു നിന്ന് ഓടിച്ചവരുണ്ട്. പച്ച മലം വരെ അവരുടെ വായ്ക്കകത്ത് തിരുമിക്കേറ്റിയ സംഭവങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആത്മീയ ലോകം നമ്മുടെ ഒരു തലമുറയിൽ ഉണ്ടായിരുന്നു. അവർക്ക് അപ്പോഴും അവർക്ക് ലോകത്തിന്റെ സിസ്റ്റത്തോട് ചേരാൻ പറ്റുന്നില്ല. കാരണം പിതാവിന്റെ സ്നേഹം അവരുടെ അകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. അവർ അന്ന് വിളിച്ചു പറഞ്ഞു, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട. കണ്ടോ, എന്തിനാ ഭക്തൻ പാടിയത്? ഭക്തൻ പാടിയതിന്റെ പിന്നിൽ ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇൻപം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ പാത നോക്കി പോകുന്നവന് ലോകത്തിന്റെ സിസ്റ്റത്തോട് ഇഴുകിച്ചേരാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പാദപീഠം എപ്പോൾ ദൈവമക്കൾ വിടാൻ അപ്പോൾ മുതൽ ലോകത്തിന്റെ പിന്നാലെ ദൈവദാസന്മാർ, വിശ്വാസികൾ ഇടകലരാൻ തുടങ്ങി. ഇനി അടുത്ത് നോക്കണം, ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവദാസിയെ കുഞ്ഞെ, ഈ ലോകത്തിന്റെ സിസ്റ്റത്തോട് സഭ കൂട്ടി കലർത്താൻ പോയാൽ ഇത് ഒഴിഞ്ഞു പോകും. അടുത്ത്, ഇനി നിങ്ങൾ ഏതൊക്കെ മന്ത്രിമാര് വന്നാലും, ഏതൊക്കെ MLA വന്നാലും, ആരൊക്കെ ജയിച്ചാലും 5 വർഷമല്ലേ? എൻ്റെ തമ്പുരാൻ എൻ്റെ ജനനം മുതൽ, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ ഇന്ന് വരെ കരുതിയ ദൈവം അവൻ മാറാത്തവനാണ്. 5 വർഷത്തിൽ ഭരിക്കാൻ 5 വർഷം കൊണ്ട് 5 വർഷത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിയല്ല എന്നെ നടത്തിയത്. എൻ്റെ അമ്മയുടെ ഉദരം മുതൽ ഇന്ന് വരെ ഒന്നിനും കുറവില്ലാതെ എൻ്റെ ഓരോ വളർച്ചയിലും, ഓരോ തകർച്ചയിലും, എൻ്റെ ഓരോ താഴ്ചയിലും, എൻ്റെ ഓരോ വീഴ്ചയിലും എന്നെ ചേർത്തണച്ച ഒരുവനുള്ളപ്പോൾ ഇനി ഞാൻ ആരെ ആശ്രയിക്കണം? ഹല്ലേലൂയ, ആമേൻ. ഞാൻ ലോകത്തെ എനിക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിന്റെ സിസ്റ്റങ്ങളെ എനിക്ക് ആവശ്യമില്ല. കാരണം ഈ ലോകം മുഴുവനും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. ദുഷ്ടനായ പിശാച് ഓരോ തന്ത്രങ്ങളും മെനഞ്ഞ് വിശുദ്ധന്മാരുടെ യാത്രകളെ തെറ്റിക്കാൻ, അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകളെ അന്ധമാക്കുവാൻ ലോകത്തിന്റെ സിസ്റ്റം അവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ദൈവഭക്തൻ ദൈവപാദപീഠത്തിലിരിക്കും. ആമേൻ. നിങ്ങൾ ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുമ്പോൾ, ഈ സന്ദേശം കേൾക്കുമ്പോൾ, എൻ്റെ ആന്റി, എൻ്റെ പ്രിയ അങ്കിളെ, ദൈവദാസന്മാരെ, പിതാക്കന്മാരെ, കുഞ്ഞേ, ജീവിതത്തിൽ ഒരിക്കലും ലോകത്തിന്റെ സിസ്റ്റത്തോട് നമ്മൾ ഇഴുകിച്ചേരരുത്. എത്ര വലിയ ദൈവദാസന്മാർ, എത്ര നല്ല ഉപദേഷ്ടാക്കന്മാർ, നമ്മെ പഠിപ്പിച്ചവർ, നമ്മെ ഈ സ്ഥാനത്തേക്ക്, നിത്യതയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നവർ, കാല് മാറിയാലും നിങ്ങളുടെ കാല് മാറരുത്. ദൈവവചന അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ബോധിപ്പിക്കുകയാണ്. നോക്കുക, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. അതാ ഞങ്ങളുടെ ഏറ്റവും വലിയ ആപ്തവാക്യം. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാം. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ഉണ്ടോ? വാഗ്ദത്തം ഉണ്ട്. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലും വാഗ്ദത്തമുണ്ട്, വരാനുള്ള ലോകത്തും വാഗ്ദത്തം ലഭിക്കും. ആമേൻ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഭക്തൻ അനുദിന, റോമലേഖനം നമ്മൾ വായിച്ചതുപോലെ, ദൈവഹിതം ഇന്നത് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. ഓരോ നിമിഷങ്ങളിലും രൂപാന്തരപ്പെടുക. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും ഈ ഉപദേശിമാരിങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ അങ്ങോട്ട് ചേരരുത്. നമ്മൾ രൂപാന്തരപ്പെടണം. ഞാൻ എന്നെ തന്നെ ശോധനയിടാം. കർത്താവേ, എൻ്റെ ചിന്ത അങ്ങോട്ട് പോയോ? ആശയത്തോട് പോയോ? എൻ്റെ കണ്ണുകൾ അവർ പറഞ്ഞ വാക്കുകളിലേക്ക് പോയോ? എൻ്റെ ഹൃദയം അങ്ങോട്ട് ചാഞ്ഞു? ആഗ്രഹങ്ങൾ അങ്ങോട്ട് പോയോ? അത് ശരിയാണ്. ഒരാൾ വേണം എന്ന് എനിക്ക് എൻ്റെ മനസ്സ് പോയോ? എങ്കിൽ രൂപാന്തരപ്പെട്ടോളൂ. അനുദിനം നമുക്ക് രൂപാന്തരം ഉണ്ടാകണം. ആമേൻ. ഇതിന് മാത്രമല്ല, എല്ലാ കാര്യത്തിലും ലോകത്തിന്റെ സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവ സ്നേഹം നമ്മളിൽ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും
അവിടെ വായിക്കുന്നു എന്നേക്കും നിലനിൽക്കുവാനിടയാകും. ഇനി നോക്കുക, യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഴിക്കുന്നു എങ്കിൽ ആശ്ചര്യപ്പെടരുത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, ലോകത്തോട് അനുരൂപപ്പെടരുത്. കാരണം എന്താണ്? ഈ ലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുക. അപ്പോൾ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം അവനിലില്ല. അവന്റെ ജീവിതത്തിൽ 3 കാര്യം ലോകത്തെ സ്നേഹിക്കുമ്പോൾ വരും. ഒന്ന്, കൺമോഹം വരും, ജഡമോഹം വരും, ജീവനത്തിന്റെ പ്രതാപം വരും. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ഇവിടം കൊണ്ട് തകരും. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ മാത്രമല്ല അവന്റെ നിലനിൽപ്പ്, ഭൂമിക്കപ്പുറം ഒരു നിത്യതയുണ്ട്, അവിടെ നിലനിൽക്കുവാനിടയാകും. ഓക്കെ, ഇനി അടുത്ത് യോഹന്നാന്റെ സുവിശേഷം 3-ാം വാക്യം ഞാൻ വായിച്ചാലോ. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഴിക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്. ഇവിടെ പാസ്റ്റർമാരെന്താ പറഞ്ഞത്? നമുക്കൊരാളുണ്ടായിരുന്നുവെങ്കിൽ, നിയമസഭയിൽ നമുക്കൊരാൾ, എന്തിനാ ആള്? ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആനന്ദിക്കും. ഹല്ലേലൂയ. ലോകം നിങ്ങളെ വെറുക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ സ്നേഹിക്കും. ലോകം നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിന്റെ സ്നേഹം നിങ്ങളിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. യഥാർത്ഥത്തിൽ ഒരു വിശുദ്ധൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ സിസ്റ്റത്തോട് ചേരുന്നവനല്ല, ദൈവത്തിന്റെ സിസ്റ്റത്തോട് ചേരുന്നവൻ. ലോകത്തിന്റെ സിസ്റ്റവും ദൈവത്തിന്റെ സിസ്റ്റവും ഒന്നിച്ചൊരിക്കലും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സഹോദരന്മാരെ, ലോകം നിങ്ങളെ പഴിക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്. വലിയ സംഭവമൊന്നുമല്ല. ഒരു സുവിശേഷകനെ തല്ലി, കുഴപ്പമില്ല, ഞാനും തല്ലുകൊണ്ടവൻ തന്നെ, അടി കൊണ്ടവൻ തന്നെയാണ് ഞാനും തെറിവിളി കേട്ടവൻ തന്നെയാണ്, ഒരു കുഴപ്പമില്ല. അടി കൊണ്ടിട്ടുണ്ടോ? കർത്താവിന്റെ ശരീരം നിങ്ങൾ നോക്കി. കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടതകളല്ല, അതിൻ്റെ ഒരു പങ്ക് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അവന്റെ ഹല്ലേലൂയ ആ വേദന നമ്മളും കുറച്ച് അനുഭവിക്കാം. ഒരു സുവിശേഷം തല്ലുകൊള്ളുന്നു. നമുക്കറിയാം, ബഹുമാന്യരായിരിക്കുന്ന അനേകം ദൈവദാസന്മാർ വടക്കേന്ത്യയുടെ പ്രദേശങ്ങളിൽ മക്കൾ എവിടെയിൽ നിന്ന് അറിഞ്ഞുകൂടാ, ഭാര്യ എവിടെയിൽ നിന്ന് അറിഞ്ഞുകൂടാ. ഒരു കർത്തൃദാസനോട് വിളിച്ചു പറഞ്ഞതാണ് മണിപ്പൂര് നടക്കുന്ന സംഭവം. തൊട്ടടുത്തുള്ള വീടുകളിലുള്ളവർ പറഞ്ഞു, പാസ്റ്റേ, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോകും. പുള്ളി അവരോട് പറഞ്ഞു, നാട്ടിൽ പോകാനല്ല വന്നത്, എന്നെ ദൈവം ഇവിടെ അയച്ചത്. അവിടെ തൊട്ടടുത്തുള്ള വീടുകൾ പോലും കത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ചങ്കൂറ്റം കാണാം. പല കുടുംബങ്ങളിലും മക്കൾ എവിടെ നിന്ന് അറിഞ്ഞുകൂടാ. മക്കൾക്ക് അപ്പൻ എവിടെ പോയി, അമ്മ എവിടെ പോയി എന്നറിയില്ല. ആ വേദനയുടെ നിമിഷത്തും ലോകത്തോട് ഇഴുകിച്ചേരാതെ, ലോകത്തിന്റെ സിസ്റ്റത്തിന് കൈകൊടുക്കാതെ നിൽക്കുന്ന കോടിക്കണക്കിന് വിശുദ്ധന്മാർ നമ്മുടെ ഭാരതത്തിന്റെ മണ്ണിലുണ്ട്. ഇന്നവരെ കാണുന്നില്ലെങ്കിലും പേർ വിളിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കൂടെ പ്രതിഫല വിഭജനത്തിൽ ഞാനും നിങ്ങൾ അവരെ കണ്ടിരിക്കും എന്ന പൂർണ്ണ ഉറപ്പുണ്ട്. അവർക്ക് വേണ്ടി ഒരു മന്ത്രിയെ നിങ്ങൾ ഉണ്ടാക്കേണ്ട, ഒരു വിശുദ്ധന് വേണ്ടി നിയമസഭയിൽ ഈ മനുഷ്യരുടെ മുമ്പിൽ പറയാൻ നിങ്ങളൊരു MLA യോ മന്ത്രിയോ ഉണ്ടാക്കാൻ നിങ്ങൾ ഈ ഓടരുത് ഉപദേശിമാരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഭയങ്കര ആത്മഭാരമാണല്ലേ. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, സഹോദരന്മാരെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ ആശ്ചര്യപ്പെടരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ലോകം പകയ്ക്കും. ക്രിസ്തുവിനെ പകച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയും പകയ്ക്കും. ഞാൻ ക്രിസ്തുവിന്റെ ശിഷ്യനാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയാണ്, ഞാൻ ക്രിസ്തു ശിഷ്യനാണ്. ഒരു ശിഷ്യൻ ഗുരുവിന്റെ പാദത്തിലേക്ക് യാത്ര ചെയ്യുന്ന, പാദം നോക്കി യാത്ര ചെയ്യുന്ന ശിഷ്യന് ഗുരു അനുഭവിച്ചത് പലതും അനുഭവിക്കേണ്ടി വരും. അത് ഒന്നാണ്, ലോകം നിങ്ങളെ പകയ്ക്കും. ഈ പകയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ രാഷ്ട്രീയക്കാരോട് നമ്മളിൽ നിന്ന് കൂട്ടുകെട്ടുണ്ടാക്കാൻ പോയിരുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ പറയും അവർ നമ്മുടെ കൂടെ ഉള്ളവരാ. എന്തിനാ പറയുള്ളവര്? അവർ നമ്മുടെ കൂടെ ഉള്ളവരൊന്നും അല്ല. കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ കൂടെ ഉള്ളവരൊന്നുമല്ല, കോൺഗ്രസ്സുകാർ നമ്മുടെ കൂടെ ഉള്ളവരല്ല, BJPക്കാർ നമ്മുടെ കൂടെ ഉള്ളവരല്ല, മറ്റു ഹല്ലേലൂയ രാഷ്ട്രീയം നമ്മുടെ കൂടെ, നമ്മൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട ജനമാണ്. ഇത് തിരിച്ചറിയുവാനുള്ള ഒരു മനോബോധം
നമ്മുടെ വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ ആര്? ഞാനൊരു വെറൈറ്റി, ഞാനൊരു വ്യത്യസ്തനാണ്. കാരണം ഞാൻ ദൈവത്തിന്റെ മോനാണ്. ഞാൻ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ എനിക്ക് ദൈവമകനാകുവാൻ ദൈവം എനിക്ക് അവകാശം തന്നു. ഞാൻ ഇന്നൊരു ദൈവ പൈതലാണ്. നമുക്കത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലോകത്തെ വിട്ടവന് മാത്രമേ ദൈവത്തിന്റെ മകനായി തീരാൻ പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നോട്ട് ഇനി യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 4-5 വായിക്കണം. വാക്യം വായിച്ചോണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിലുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. കേട്ടോ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ആര് ജയിച്ചു? ലോകത്തെ ജയിച്ചിരിക്കുക. അടുത്ത, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എൻ്റെ പാസ്റ്റർമാരെ, നിങ്ങൾ ഈ വചനം ഒന്ന് വായിക്കും. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-5. നിങ്ങൾ എത്ര വട്ടം ഈ വചനം ദൈവ മക്കളെ പഠിപ്പിച്ചതാ. നിങ്ങൾ ഒന്ന് ഇരുത്തി വായിക്കേ. ഹല്ലേലൂയ. ലോകത്തിൽ നിങ്ങളിലുള്ളവൻ എന്ന് വെച്ചാൽ എൻ്റെ അകത്തുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്തിനാ പേടിക്കുന്നത്? ദൈവം പറയുന്നത് തലയിലെ രോമം തറയിലോട്ടൊന്ന് വീണാൽ അത് എണ്ണപ്പെട്ടിരിക്കുക എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന് മുമ്പിൽ കണക്കുള്ളവനാ. എന്റെ തലമുടിക്ക് വരെ ദൈവം കണക്ക് സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ എനിക്കെന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ അത് ദൈവം അറിയാതെയല്ല. ഒരു സുവിശേഷ വിരോധി എന്നെ കൊല്ലുന്നു, അത് ദൈവത്തിന്റെ സമയമായപ്പോൾ മാത്രം കൊല്ലാനേ പറ്റൂ. എന്നെ തല്ലുന്നു, ഞാൻ കൊണ്ടേ പറ്റൂ. സ്തോത്രം. അതിനിവിടെ MLA വേണ്ട, അതിനിവിടെ MP വേണ്ട, അവിടെ നിയമസഭയിൽ വിളിച്ചു പറയുന്ന ആള് വേണ്ട, അവിടെ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ട. നമ്മൾ നേരായ സുവിശേഷം നേരായി പറയുമ്പോൾ ശത്രുക്കൾ വ്യക്തികളിൽ കൂടെ ഇളകും. സഭകൾ എങ്ങനെ വളർന്നു? ഒരു കാലത്തെ സഭകൾ എങ്ങനെ വളർന്നു? സഭകൾ വളർന്നതിന്റെ പിന്നിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴാണ് സഭകൾ വളർന്നത്. കേരളക്കരയിൽ കന്യാകുമാരി മുതൽ അങ്ങേയറ്റം വരെ നിങ്ങൾ നോക്കുക, സഭകൾ എങ്ങനെ വളർന്നു, സഭകൾ എങ്ങനെയാണ് വളരുന്നത്. ചുമ്മാ കൈകൊട്ടി നാട്ടുകാരുടെ സപ്പോർട്ട് വന്നപ്പോഴല്ല. സഭ എപ്പോഴൊക്കെ പീഡയിൽ കൂടെ കടന്നുപോയോ അപ്പോൾ മുതൽ സഭയുടെ വളർച്ചകൾ ശക്തമായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ദൈവദാസനെ, സഭ വളരണമെങ്കിൽ നിങ്ങളുടെ സഭയുടെ ചുറ്റിനും പ്രതിസന്ധി ഉണ്ടായിരിക്കും. അവിടെ വളർച്ചയിലേക്ക് മുമ്പ്, ഒരു ഉണർവിന് മുമ്പ് ലോകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാകും. അത് നമ്മൾ പിടിച്ചു കെട്ടണം. അത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ്, അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് നടന്നേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി അതിനെ തടുക്കാൻ നിങ്ങളൊരു അതിനെ തടുക്കാൻ നിങ്ങൾ മറ്റൊന്നും നിങ്ങൾ ചെയ്യാൻ പോകണ്ട. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമ്മൾ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നെങ്കിൽ, മുഴങ്കാൽ മടക്കി ദൈവസന്നിധി കരയുന്നെങ്കിൽ, ഒറ്റക്കെട്ടായി പിതാക്കന്മാരെ പോലെ നമ്മൾ ഐക്യതയോടെ നിൽക്കുന്നെങ്കിൽ ഭാരതത്തിനകത്ത് വലിയ ഉണർവ് സംഭവിക്കുക തന്നെ ചെയ്യും. അടുത്ത് നിങ്ങൾ നോക്കണം. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായിട്ട് മാത്രം സംസാരിക്കും. കേട്ടോ, നമ്മുടെ പാസ്റ്റർമാരൊക്കെ ഈ ദിവസങ്ങളിൽ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ. അവർ ലൗകികന്മാരാകിയാൽ ആത്മീയ സ്റ്റേജിൽ നിന്ന് ലൗകികമായത് മാത്രം പ്രസംഗിച്ചു. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾ മൊത്തം കേട്ടിട്ടുള്ളവരാ. നമുക്കൊരു മന്ത്രി വേണം, നമുക്ക് MLA വേണം. പിന്നെ ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച 2 ദിവസത്തിന് മുമ്പ് ഒരു ഉപദേശി പറഞ്ഞത് എങ്ങനെയാണ്, നമുക്ക് ഒരാളുണ്ടായിരുന്നു എങ്കിൽ നീട്ടി അങ്ങ് പോവുകയാണ്, നമുക്ക് വേണ്ടി വാദിക്കാൻ. എന്റെ പ്രിയ, ഇത് വായിച്ചു നോക്കി. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് മാത്രം സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്കുകൾക്ക്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് കേൾക്കുന്ന ദൈവമക്കൾ പറയട്ടെ, നിങ്ങൾ അവരുടെ വാക്ക് കേൾക്കരുത്. നിങ്ങൾ ലോകരല്ല, നിങ്ങൾ വിശുദ്ധ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ലൗകികമായി സംസാരിക്കുന്ന പ്രസംഗങ്ങളുടെ ഇടയിൽ കയറി പോകരുത്.
അടുത്ത, അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവം അറിയുന്നവൻ, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. കേട്ടോ, ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിന്റെ വാക്ക് കേൾക്കും. ദൈവത്തിൽ നിന്നില്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുകയില്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ തിരിച്ചറിയാം. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റേജുകളിൽ ലൗകികമായ കാര്യങ്ങൾ പ്രസംഗിക്കുകയും പ്രഭാഷണം നടത്തുമ്പോൾ നിങ്ങൾ അത് കേട്ടുകൊണ്ടിരിക്കരുത്. ലോകർക്ക് അതൊരു സന്തോഷമാണ്, ലോകർക്ക് അതൊരു ആനന്ദമാണ്, ലോകർ അത് കൈയടിക്കും, ലോകത്തിലുള്ളവർ ചിരിക്കും, ലോകത്തിലുള്ളവർക്ക് ഭയങ്കര അഭിഷേകമായിരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ, ദൈവത്തിന്റെ വാക്കുകൾ ഒരു ദൈവഭക്തൻ കേൾക്കുമ്പോൾ അവന്റെ അകത്താത്മാവിൽ തിളച്ചു മറിയുവാനിടയാകും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന്റെ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആത്മമണ്ഡലത്തിൽ സന്തോഷം ഉളവാക്കും. ആത്മാവിൽ നമുക്കൊരു എരിവുണ്ടാകും. ചില തീരുമാനങ്ങളിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. മറ്റ് ലൗകികൻ സദസ്സുകൾ കയർന്ന് പ്രസംഗിക്കുമ്പോൾ കരഘോഷം ഉണ്ടായിരിക്കും. അതല്ലേ നമ്മുടെ VD സതീശൻ സാറും പിണറായി സാറും ഒക്കെ വലിയ വലിയ സ്റ്റേജ് ആത്മീയ കൂട്ടായ്മകളിൽ പറയുമ്പോൾ നമ്മുടെ പാസ്റ്റർമാരുടെയും നമ്മുടെ വിശ്വാസികളെയും അന്യഭാഷയും കയ്യടി, അയ്യോ എന്തോ ഒരു സന്തോഷമല്ലേ. ലൗകികന്റെ വാക്ക് കേൾക്കാനാ ഇന്ന് ആത്മീയർക്ക് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ അല്ല പ്രിയമുള്ളവരെ, നമ്മൾ ജഡീകരാകരുത്, നമ്മൾ ലൗകികരാകരുത്. അടുത്ത വാക്യം നോക്കണം. 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. ആകയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനം നൽകിയിരിക്കുന്നു. ദൈവദാസനെ, ദൈവദാസിയെ, കുഞ്ഞെ, നമുക്ക് ദൈവം തന്നിരിക്കുന്നത് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ആമേൻ. ഇത് ഈ ഭൂമിയിൽ കിട്ടുന്നതല്ല. അടുത്ത വാക്യം, അവയാൽ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ലോകത്താലുള്ള നാശം വിട്ട് ഒഴിയണം. മനസ്സിലായില്ലേ? അല്ലെ, ദിവ്യ സ്വഭാവത്തിന് കൂട്ടവകാശം തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. കേട്ടോ, അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ഹസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവരും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രദ്ധിക്കണം. നമ്മളെ എന്തിനാ ദൈവം വിളിച്ചത്? MLA ആകാനാണോ? മന്ത്രിയാകാനാണോ? ഇവിടെ എന്തെങ്കിലും നേടാൻ വേണ്ടിയാണോ? ഇവിടെ വലിയ സമ്പന്നനായി ജീവിക്കാൻ വേണ്ടോ? അല്ല. പത്രോസ് എന്താ പറയുന്നത്? നമുക്ക് വിലയേറിയതും അതിമഹത്തമായ വാഗ്ദത്തം ദൈവം തന്നിരിക്കുന്നു. ആ വാഗ്ദത്തത്തിൽ പ്രവേശിക്കുവാൻ ലോകത്തെ വിട്ടേ മതിയാകുകയുള്ളൂ. ലോകമയത്വത്തെ വിട്ടേ മതിയാകുകയുള്ളൂ. അതിനുവേണ്ടി 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 4 കൂടെ ഒന്ന് വായിച്ചാട്ടെ. പണ്ട് നിങ്ങളുടെ അജ്ഞാത കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ, ഇതൊക്കെ ഉപദേശിമാരൊക്കെ പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങണം, നമുക്കൊരു മന്ത്രി വേണം ഒക്കെ പറയുന്നുണ്ട്. അവരുടെ അജ്ഞാത, അറിയില്ലാത്ത കാലത്തിലെ ഇതൊക്കെ മോഹമായിരുന്നു. അവർ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ, അവർ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ, അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ ഉള്ളിൽ കിടന്ന മോഹമാണ് ഇന്ന് പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത്. അടുത്ത മാതൃക, ഇപ്പോഴത് മാതൃകയാക്കി നടക്കുക. ഇവിടെ പറയുന്നു, മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകും. ഞാൻ വിശുദ്ധനാകിയ നിങ്ങൾ വിശുദ്ധരായിപ്പോയി എന്നെഴുതിയിരിക്കുന്നല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തി തക്കവണ്ണം ന്യായം വിധിക്കുന്നത് നിങ്ങൾ പിതാവേ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. വ്യർത്ഥവും പൃഥു പാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടില്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നുവല്ലോ. കേട്ടോ, ഇന്ന് രാവിലെ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ, ഇത് കേൾക്കുന്ന ഓരോ മക്കളോടും പറയുന്നു, നമ്മളെ വിളിച്ചത്, വേർതിരിച്ചത്
സാധാരണ ഒന്നും കൊണ്ടല്ല, തിരുരക്തത്താൽ, യേശുക്രിസ്തുവിൻ്റെ തങ്കച്ചോര കൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പിതാവിനെ നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണം, പിതാവിനോട് ചേർന്ന് ജീവിക്കണം, ലോകത്തോട് ഇഴുകിച്ചേരരുത്. ഇതൊക്കെ 2 പത്രോസ് ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. കർത്താവ് രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ കേട്ടോ, അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ അധികം വഷളായി പോയി. നോക്കണം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. കർത്താവ് രക്ഷിതമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. നമുക്കിത് വേണ്ട, അത് വേണ്ട, ഇന്നത് വേണ്ട, ഇന്നത് നമുക്ക് ഇനി ജീവിതത്തിൽ വേണ്ടെന്ന് പറഞ്ഞ് വിട്ട് നമ്മൾ വന്നവരെ, ഓടിയവരാ. അതിൽ നിന്ന് ഓടി വന്ന യോസേഫ് പൊത്തിപ്പോറിന്റെ വീട്ടിലെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഓടിയതുപോലെ, എൻ്റെ തുണി വേണ്ടെന്ന് പറഞ്ഞ് ഓടിയതുപോലെ നമ്മൾ ഓടി വന്നതാ. ലോകം വേണ്ട, ലോകത്തിന്റെ ഇൻപം വേണ്ടെന്ന് പറഞ്ഞ് ഓടി വന്നതാ, ഓടിയവർ. അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ കേട്ടോ, വീണ്ടും അതിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ വഷളായി പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ വിശുദ്ധ കൽപ്പനയെ, നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുകളഞ്ഞതിനേക്കാൾ അധികം അറിയാതിരിക്കുന്നവർക്ക് നന്നായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിട്ടുകളയ പഴയതുപോലെ ജീവിച്ചതാണ് നല്ലതായിരുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. അവരെക്കുറിച്ച് 2 ഉദാഹരണം പറയും. എന്നാൽ സ്വന്തം ഛർദ്ദിക്ക് തിരിഞ്ഞ് നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ഒരു സത്യം പറഞ്ഞാൽ ഇന്ന് നടക്കുന്നു അതാ. ഉപദേശിമാരുടെ ഇടയിൽ നടക്കുന്ന അങ്ങനെ എല്ലാം കണ്ണടച്ചു, ദൈവവചനത്തിന്റെ വ്യവസ്ഥയൊക്കെ വിട്ടു, പ്രമാണത്തിന്റെ കെട്ടഴിച്ചിട്ട് കൊടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെല്ലാം നാശത്തിലോട്ട് പോവുക. സഭകളിൽ വരുന്ന ആളുകളിൽ പിള്ളേരുന്ന യൗവന തലമുറകളൊന്നും കാണില്ല. കാരണം എന്താണ്? നമ്മുടെ ഹല്ലേലൂയ യൂത്തിനെ ഈ പറഞ്ഞതുപോലെ ഈ കുറുക്കന്മാർ ഹല്ലേലൂയ പിടിച്ചു വെച്ചിട്ട് കൊടുക്കുക. മക്കളെ അതല്ല, ഇതാണ്, അങ്ങനെയല്ല, ഇങ്ങനെയാണ് എന്ന് പറയുന്നൊരു ഗതികേടിലേക്ക് നമ്മുടെ ആത്മീയ ലോകം വന്നിരിക്കുക. പക്ഷെ നമ്മൾ എന്തെങ്കിലും അതിൽ നിന്ന് വിട്ടോടണം. യാക്കോബിന്റെ 1:20 വായിക്കുന്നത്, പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ നിന്ന് കാണുകയും ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. കണ്ടോ, ലോകത്തിന്റെ കളങ്കം പറ്റരുത്. അവിടെ എത്രമാത്രം നമ്മൾ ലോകത്ത് നിന്ന് മാറി മാറി ജീവിക്കണം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ ലേഖനം 6:10, നിങ്ങൾ അവിശ്വാസികൾ ഇണയില്ല, പിണ കൂടരുത്. നമ്മുടെ ഉപദേശിമാർ ഇതൊക്കെ കണ്ടിട്ടില്ലേ? അവിശ്വാസികൾ, ഞാനൊരു ഇലക്ഷന് നിന്ന് കഴിഞ്ഞാൽ ഞാനൊരു അവിശ്വാസികളുടെ വോട്ട് എനിക്ക് കിട്ടും. ഞാൻ അവിശ്വാസിയുമായിട്ടല്ലേ ഇഴുകി ചേരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് ഇവർ ചെന്നില്ലെങ്കിൽ, ഈ ഉപദേശിമാർ പോയില്ലെങ്കിലും ഈ ഉപദേശിമാർ പാവപ്പെട്ട ദൈവത്തിന് വേണ്ടി ഇറങ്ങിയവരെയല്ലേ തള്ളി വിടുന്നത് പ്രതിനിധിയായി. അപ്പോഴവരെവിടെയാണ് പോകുന്നത്? അവിശ്വാസികൾ ഇണചേരുകയല്ലേ. അടുത്ത നമുക്ക് നിഴലിലെ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം. അല്ല, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്ത് ഓഹരി, ദൈവത്തിന് വിഗ്രഹങ്ങളുടെ എന്ത് യോഗ്യത. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവരെനിക്ക് ജനവുമാകും. കേട്ടോ, ഇതാണ് നമ്മുടെ വ്യവസ്ഥ. നമുക്ക് ജാതികളുമായി ഇടകരാൻ പാടില്ല, ലോകത്തോട് ഇഴുകിച്ചേരാൻ പറ്റൂല. കാരണം ദൈവം പറയുകയാണ്, ഞാൻ അവരിൽ വസിക്കും, അവരുടെ ഇടയിൽ നടക്കും. എൻ്റെ ഇടയിൽ ദൈവം നടക്കണമെങ്കിൽ ദൈവം എന്നിൽ വസിക്കണം. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും. ഞാൻ ആരാണ്? ദൈവത്തിന്റെ ജനമാണ് എന്ന് ദൈവം അരുളി ചെയ്യുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്നും പുറപ്പെട്ട് വേർപെട്ടിരിപ്പീരെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. വേർപെട്ട് മാറിയിരിക്കണം, പുറപ്പെട്ട്, അവരിൽ നിന്നും വേർപെട്ട്. നിങ്ങളെപ്പോഴും മനസ്സിലാവും, വേർപാട്. അപ്പോൾ ഈ വേർപെട്ടവന് ഒരു രാഷ്ട്രീയക്കാരനാകാൻ പറ്റുമോ? വേർപെട്ട സഭയ്ക്ക് ഇലക്ഷന് വേണ്ടി വോട്ട് പിടിക്കാൻ പറ്റുമോ? വേർപെട്ടവൻ ലോകത്തിന്റെ മയത്വത്തിൽ പോകാൻ പറ്റുമോ? ലോകത്തിന്റെ സിസ്റ്റത്തിലോട്ട് പോകാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ദൈവമക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾ അല്പനേരം ഇന്ന് ചിന്തിക്കണം. നമ്മൾ വല്ലവരും പറയുന്നത് കേട്ട് കൈയടിച്ച് പോകരുത്. ദൈവവചനം എന്ന് പറയുന്നു, നമ്മൾ വേർപെട്ടവരാണ്. നമ്മൾ വേർപെട്ട് ജീവിക്കുമ്പോൾ
ലോകം നമ്മെ വെറുക്കും, പക്ഷെ ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. അടുത്ത വാക്യം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ട് പിരിപ്പിൻ എന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളുടെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ വാക്ക് നിർത്തിക്കോട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ കളി, സഭാ രാഷ്ട്രീയം, ദൈവദാസന്മാർ സ്റ്റേജിൽ കയറുന്ന വിശ്വാസികളെ ചിരിപ്പിച്ച് ഇളക്കി മറിച്ച്, ഇതൊക്കെ ലോകത്തിൻ്റെതാണ്. ഈ ജഡം സന്തോഷിക്കും. ഈ 60-70 വയസ്സ് കഴിയുമ്പോൾ ഈ ശരീരം മണ്ണോട് പോകും. ഇതിന് ഭയങ്കര സന്തോഷമായിരിക്കും, പക്ഷെ ആത്മാവ് ദുഃഖിക്കുക. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലാണോ നിങ്ങൾ അകപ്പെട്ടത്? ഇങ്ങനെ ഒരു ഉപദേശിയുടെ മുമ്പിലാണോ, ലൗകികന്റെ മുമ്പിലാണോ നിങ്ങൾ ചെന്നിരിക്കുന്നത്? നിങ്ങൾ താഴ്മയായി പറയുന്നു, നിങ്ങൾ അവിടെ അത് വിട്ട് പുറപ്പെട്ടു പോകുകയും ഇല്ല എങ്കിൽ നിങ്ങളുടെ ഒരു വിശുദ്ധ ജീവിതം, ഒരൊറ്റ ജീവിതമേ ഉള്ളൂ. ക്രിസ്തുവിൽ നമ്മൾ പണിയപ്പെടണം. ഒരൊറ്റ ജീവിതം. മരണശേഷം നമുക്കൊരു ജീവിതമുണ്ട്, അവിടെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. നമുക്ക് ഇന്ന് ദൈവസന്നിധി തീരുമാനമെടുക്കും. രണ്ടാമത്, ആൻറ്റി, അങ്കിളെ, ദൈവദാസന്മാരെ, കുഞ്ഞെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈക്ക് പിടിച്ചെന്ന് നടക്കുന്നു. നാളെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് ഈ ഉപദേശങ്ങൾ. അതുകൊണ്ട് ലോകത്തെ പഠിപ്പിക്കരുത്, ലോക ഇമ്പങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകരുത്. ഒരു കുഞ്ഞു ആകുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിനകത്ത് ദൈവവചനത്തിൻ്റെ പത്യ ഉപദേശം, നിത്യതയുടെ വെളിപ്പാട് അവൻ്റെ ഉള്ളിനകത്ത് നിങ്ങൾക്ക് ആൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഗ്യാരണ്ടിയാണ്, അവർ നിത്യതയ്ക്ക് കൊണ്ട് ഒരുക്കപ്പെടും. ക്രിസ്തു എന്ന ഏക പുരുഷന് അവരെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ അനാവശ്യമായ ചിന്തകൾ വരാതിരിപ്പാൻ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ സഭാ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒത്തിരി മാറും. നമ്മൾ കാണുന്ന ഒന്നുമല്ല ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ. അതിൻ്റെ രൂപം മാറാൻ പോവുകയാണ്. പക്ഷേ ഏലിയാവിനോട് പറഞ്ഞതുപോലെ, എടാ, എനിക്കുള്ളവരെ ഞാൻ അവിടെ ഒരുക്കുന്നുണ്ട്. അവർ ഉയർന്നു വരാൻ പോവുകയാണ്. അത് വരുന്നതിന് മുമ്പ് നല്ലതും തീയതും രണ്ടും തിരിച്ചറിയാൻ വേണ്ടി ശോധന വന്നിരിക്കും, പീഡകൾ വന്നിരിക്കണം. പീഡകൾ വരണം. സഭകൾക്ക് നേരെ പീഡ വരണം. ദൈവദാസന്മാർ ഞങ്ങളെപ്പോലുള്ളവർക്ക് നേരെ പീഡ വരണം. തെരുവുകളിൽ പ്രതിസന്ധി ആത്മീയർ അനുഭവിക്കണം. അപ്പോഴാണ് ആര് ആത്മീയൻ ആര് അനാത്മീയൻ എന്ന് അപ്പോഴാ തിരിച്ചറിയുന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ വചനം അകത്തിറങ്ങണം. ആ പത്യ ഉപദേശത്തിൽ നമുക്ക് നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. കണ്ണുകളെ മൂടാൻ പ്രാർത്ഥിക്കാം. പ്രാണപ്രിയനായ ദൈവമേ, ഇതൊരു ചെറിയൊരു സന്ദേശം നിന്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിനകത്ത് കൊടുക്കുമ്പോൾ, കർത്താവെ, ഈ ലോകത്തോട് അനുരൂപപ്പെടാൻ ഞങ്ങളെ അനുവദിക്കരുത്. കർത്താവെ, ഞങ്ങളുടെ സഭകളും ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളും ഞങ്ങളുടെ കൂട്ടായ്മകളും പലതും ലോകം എന്ത് കാണിക്കുന്നുവോ അതിലോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവെ, എൻ്റെ പ്രേക്ഷകരായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അടിയൻ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയൻ പ്രസംഗിച്ചിട്ട് ചതിയിലും അകപ്പെടരുത് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ സിസ്റ്റത്തോട്. കാരണം ഈ ലോകം മുഴുവനും പിശാചിന്റെ അധീനതയിൽ കിടക്കുക. അവന്റെ സിസ്റ്റമാണ് ഈ ലോകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ നടുവിലാണ് കർത്താവെ മലമേലിരിക്കുന്നൊരു പട്ടണം പോലെ ഞങ്ങളെ ദൈവം നിർത്തിയിരിക്കുന്നത്. കർത്താവെ, പറയും കീഴിലെ തണ്ടിന്മേലത്രേ വെച്ച് ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ ദിവസങ്ങളിൽ. കർത്താവെ, ആ മലമേലിരിക്കുന്ന ഒരു പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒന്നിലും മറഞ്ഞിരിക്കാൻ പാടില്ല കർത്താവെ. അനേകർ കാണട്ടെ കർത്താവെ, ഞങ്ങളുടെ വിശുദ്ധി അനേകർ കാണട്ടെ, ഞങ്ങളുടെ ഉപദേശം
സന്ദേശം അനേർ കാണട്ടെ. കർത്താവ്, ലോകത്തിൽ നിന്ന് വരുന്ന പ്രതിസന്ധി കണ്ട് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിട്ടല്ല, ദൈവത്തോട് അധികമായി ഉറച്ച് ഞങ്ങളുടെ മരണമാണെങ്കിൽ ഞങ്ങൾ നല്ലൊരു മരണം ലഭിപ്പാൻ, ഇല്ല കർത്താവിന്റെ വരവാണെങ്കിൽ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം ചിലരുടെ ജീവിതത്തിൽ പുതിയ രൂപാന്തരത്തിനും പുതിയ കർത്താവെ തീരുമാനത്തിനും കാരണമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശു മൂലം പ്രാർത്ഥനകൾക്ക് ഞങ്ങളല്ല പിതാവേ, ആമേൻ, ആമേൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ സന്ദേശം അല്പം ദീർഘമായിട്ടുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾ സമാധാനത്തോടെ ഇത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ ഒട്ടും മടിക്കണ്ട. നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു വ്യക്തിയെങ്കിലും നമുക്ക് ലോകത്തിന്റെ മയത്വത്തിൽ നിന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ ഇത് കാരണമായി തീരും. നമുക്ക് ഒരുമിച്ച് അടുത്ത ഒരു സന്ദേശം വരെ ദൈവത്തിന്റെ ചിറകിന്റെ മറവിൽ മറയാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.